പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഷോ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യല്ലേ. ഇന്നലെ പഠിച്ചോ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റുകൾ തമ്മിലുള്ള കൺവേർഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കാം. ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബോഡി ഈസ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഷോൺ ഇൻ ദ സെൽഷ്യസ് സ്കെയിൽ? അതിന് ഡിഗ്രി ഫാരൻഹീറ്റ് സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യണം. എടാ എന്തായിരുന്നു കൺവേർഷൻ റേറ്റ്? ഓർമ്മണ്ടോ? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു? 9/5 ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. അപ്പം നമ്മുടെ ഡിഗ്രി ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? സെൽഷ്യസ്. അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഡിഗ്രി ഫാരൻഹീറ്റിന്റെ വാല്യൂ 98.6 ആണ്. ഇസ് ഈക്വൽ ടു 9/5 ഇൻറ്റു കണ്ടെത്തേണ്ട ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് എത്രയാ? 32. 32 ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 98 മൈനസ് 32 ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര എഴുതാൻ പറ്റും? 9/5 ഇൻറ്റു ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ്. എത്രയാണ് 98.6 മൈനസ് 32? 66.6 അല്ലേ? സോ 66.6 ഇൻറ്റു ഞാൻ 5 അങ്ങോട്ട് കൊണ്ടുപോയി 9 താഴെ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് എത്ര കിട്ടി? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വാല്യൂ ആണ് ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി സെൽഷ്യസ്. അതായത് നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുമെന്നാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. നോക്കിയേ, ചിലപ്പോൾ ഈ ചോദ്യം നേരെ തിരിച്ചും ചോദിക്കാം. ഡിഗ്രി സെൽഷ്യസിന് പകരം കെൽവിൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്ലസ് 273.15. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ടെമ്പറേച്ചർ കൺവേർഷൻ്റെ ക്വസ്റ്റ്യനാണ്. ഒന്ന് നോക്കിയേ. ടേബിളിൽ നമുക്ക് സ്റ്റീം പോയിന്റ്, നമ്മുടെ വെള്ളം സ്റ്റീം ആവുന്ന ആ ടെമ്പറേച്ചർ വാല്യൂ, ഐസ് പോയിന്റ് വെള്ളം ഐസ് ആവുന്ന ടെമ്പറേച്ചർ, അബ്സല്യൂട്ട് സീറോയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതിന്റെ 3 സ്കെയിലുകളിലെ പല വാല്യൂസ് ആണ് ജസ്റ്റ് കണ്ടെത്തേണ്ടത്. ഏറ്റവും ആദ്യം നമുക്ക് സ്റ്റീം പോയിന്റ് നോക്കാം. എടാ സ്റ്റീം പോയിന്റ് നോക്കിയേ. കെൽവിൻ സ്കെയിൽ 373.15 ഫാരൻഹീറ്റ് സ്കെയിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റും. അതിന്റെ സെൽഷ്യസ് സ്കെയിൽ എത്ര ചോദിച്ചത്? വെള്ളം ചൂടാവുന്ന സ്റ്റീം ആവുന്ന ടെമ്പറേച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്താലും മതി, വളരെ അറിയുന്ന കാര്യമല്ലേ. രണ്ടാമത്തെ ആളെ നോക്കിയടാ ഐസ് പോയിന്റ്. ഐസ് പോയിന്റ് സെൽഷ്യസ് സ്കെയിൽ തന്നിട്ടുണ്ട്. എങ്ങനെ കെൽവിൻ സ്കെയിൽ കണ്ടെത്താം? 0 പ്ലസ് എത്രയാ ചെയ്യേണ്ടത്? കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 273.15. സോ ആൻസർ എത്ര കിട്ടും? 273.15. യൂണിറ്റ് ചെയ്താൽ മറക്കല്ലേ സാറേ? കെൽവിൻ ആണ്. എന്നാൽ ഇതേ സാധനം എനിക്ക് സെൽഷ്യസിലേക്ക് കറസ്പോണ്ടിങ് ആയി ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ ഇക്വേഷൻ? ടെമ്പറേച്ചർ ഓഫ് ഡിഗ്രി ഫാരൻഹീറ്റ് കണ്ടെത്തണമെങ്കിൽ സെൽഷ്യസിനെ കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 9/5 മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ അതിനെ കൊണ്ട് 32 പ്ലസ് ചെയ്യണം. എടാ ഡിഗ്രി സെൽഷ്യസ് 0 അല്ലേ? അപ്പോൾ 0 ഇൻറ്റു 9/5 വാല്യൂ ഉണ്ടോ? ഇല്ല. പക്ഷെ കൂടാറുണ്ട്, 32 ഉണ്ട്. സോ ആൻസർ എത്ര കിട്ടും? 32. യൂണിറ്റ് ചെയ്താൽ മറക്കല്ലേ? ഡിഗ്രി ഫാരൻഹീറ്റ്. എന്നാൽ ഇതേപോലെ നമ്മുടെ മനുഷ്യനെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ. അതിന്റെ വാല്യൂ ആണ് 0 കെൽവിൻ. 0 കെൽവിനായി എത്ര ആയിരിക്കും സെൽഷ്യസ് സ്കെയിൽ? മൈനസ് അല്ലേ? ബാക്കിലേക്കല്ലേ പോകേണ്ടത്? സോ എനിക്ക് എത്ര എഴുതാൻ പറ്റും? മൈനസ് 273.15 എത്രയാണ്? ഡിഗ്രി സെൽഷ്യസ്. നോക്കി, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ 2 ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞിട്ടുണ്ട്. മക്കളെ സെറ്റ് ഓഫ് സ്കാൻ വിചാരിക്കുന്നു. നേരെ പിടിച്ചോടാ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് തെർമൽ എക്സ്പാൻഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്പ്? നമ്മുടെ ടെമ്പറേച്ചർ കൂടിയത് കാരണം ഒരു ബോഡിയുടെ ഡയമെൻഷനായ ലെങ്തോ ഏരിയയോ വോളിയത്തിലോ ഒരു ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് തെർമൽ എക്സ്പാൻഷൻ. എന്നാൽ 3 തരത്തിലുണ്ട്. ഏതൊക്കെയായിരിക്കും? ലെങ്ത് ആണ് കൂടുന്നതെങ്കിൽ അതിനെ ലീനിയർ എക്സ്പാൻഷൻ. ഇതേപോലെ ഒരു L എന്നുള്ള ഒരു ബോഡിയുടെ ലെങ്ത് Δl കൂടുകയാണെങ്കിൽ അത് ലീനിയർ എക്സ്പാൻഷൻ. എന്നാൽ A എന്നുള്ള ഇതേപോലത്തെ ഒരു ബോഡിയുടെ ഏരിയ Δa കൂടി ഇപ്പോൾ അവസാനത്തെ ഏരിയ A പ്ലസ് Δa ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏരിയ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇനി ഒരാളെ ബാക്കിയുള്ളൂ. ആരാ? വോളിയമാണ് കൂടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. പൊതുവെ ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ലീനിയർ എക്സ്പാൻഷൻ്റെയോ ഏരിയ എക്സ്പാൻഷൻ്റെയോ എത്രത്തോളമാണ് Δl Δa കൂടിയതെന്ന് ചോദിക്കും. അപ്പോൾ ഇക്വേഷൻ കൂടി പഠിക്കണ്ടേ? എന്നാൽ ഇക്വേഷൻ പഠിച്ചോടാ, ഡയറക്റ്റ് ഇക്വേഷൻ നേരെ എഴുതിയാൽ മതി. ലീനിയർ എക്സ്പാൻഷനിലെ ആ കൂടിയിരിക്കുന്ന Δl ലെങ്ത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് ആൽഫ ഇൻറ്റു ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ Δt ഇൻറ്റു L. ആൽഫയെ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. എന്നാൽ ഇതേപോലെ ഏരിയ എക്സ്പാൻഷൻ ആണെങ്കിൽ ആ കൂടിയിരിക്കുന്ന ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് Δa ഈസ് ഈക്വൽ ടു വേറൊരു കോഎഫിഷ്യന്റ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് എന്ത് എക്സ്പാൻഷൻ ആയിരിക്കും? ഏരിയ എക്സ്പാൻഷൻ. പിന്നെ നേരെ A ഇൻറ്റു ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇനി മറിച്ച് ആ വോളിയമാണ് ഇൻക്രീസ് എങ്കിൽ അതിൻ്റെ ഇക്വേഷൻ കണ്ടെത്താനാണ് Δv ഈസ് ഈക്വൽ ടു എടാ ബീറ്റ ആവൂലല്ലോ, ആവൂല സാറേ, ഗാമ ഇൻറ്റു V ഇൻറ്റു എനിക്ക് എത്ര എഴുതാൻ പറ്റും? കറസ്പോണ്ടിങ് Δt അല്ലെങ്കിൽ ഗാമ Δt V നിങ്ങൾ ഇഷ്ടം പോലെ എഴുതാട്ടോ. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇക്വേഷൻസ് ഈ
രണ്ട് ഇക്വേഷൻ ആണ്. ന്യൂമറിക്കൽ ഡയറക്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഡെൽറ്റ ടി എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. കൂളല്ലേ? അപ്പോൾ ഈ ആൽഫയും ബീറ്റയും ഗാമയും ഇയാളെ പറയുന്ന പേരെന്താ? കോഎഫിഷ്യന്റ്. ഇവ മൂന്നും തമ്മിൽ റിലേഷൻ മച്ചമ്പി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതാവണ്ടേ അടുത്ത ചോദ്യം. ഇന്നട പഠിച്ചോ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ? കൂടെ വാലിൽ മറ്റൊരു ചോദ്യമുണ്ട്. റൈറ്റ് ദെയർ SI യൂണിറ്റ്. നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും തമ്മിലുള്ള റേഷ്യോ ആണ് 1:2:3. ഇത് മൂന്നും തമ്മിലുള്ള റേഷ്യോ. എന്നാൽ എന്തായിരിക്കും യൂണിറ്റ്? ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. എടാ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ എന്താ? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി എൽ. അങ്ങനെയാകുമ്പോൾ ആൽഫയുടെയോ ബീറ്റയുടെയോ ഗാമയുടെ മൂന്നിനും ഒരേ യൂണിറ്റാ. അത് ലാഭായില്ലേ? അപ്പോൾ ആൽഫയുടെ യൂണിറ്റ് കണ്ടെത്തണമെങ്കിൽ ഞാൻ ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ ബാക്കിയുള്ളതിനെ താഴെ കൊണ്ടുപോകട്ടെ. ഡെൽറ്റ ടിയും എല്ലും താഴേക്ക് വന്ന് ഡെൽറ്റ എല്ലിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ഡെൽറ്റ ടിയുടെ യൂണിറ്റ് എന്താ? കെൽവിൻ. എല്ലിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ. മീറ്റർ വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടക്കുന്ന കണ്ടോ? 1/Kelvin എത്രയായിരിക്കും? കെൽവിൻ ഇൻവേഴ്സ്. സോ ആൽഫയുടെ SI യൂണിറ്റ് എന്താ? കെൽവിൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1. SI ആണെങ്കിൽ കെൽവിൻ ഇൻവേഴ്സ് ആയിരിക്കും. റെഡി ആയോ? സെറ്റ് അല്ലേ? സോ തെർമൽ എക്സ്പാൻഷനും അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തു. ഇനിയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. നമ്മുടെ അനാമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറും ലേക്ക് എന്തുകൊണ്ടാണ് ടോപ്പിൽ നിന്ന് താഴേക്ക് ഫേസ് ചെയ്യാനുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഗ്രാഫ്. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് വാട്ടർ വിത്ത് ദ ടെമ്പറേച്ചർ ഫ്രം ദ 0°C. In the graph, mark the temperature at which the water has the maximum density. പൊതുവെ ലോകത്തുള്ള എല്ലാം വാട്ടർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ജനറലി എല്ലാ കാര്യങ്ങളും നമ്മൾ ചൂടാക്കുന്നതനുസരിച്ച് അതിൻ്റെ വോളിയം ആക്ച്വലി കൂടുക ചെയ്യുക. എന്നാൽ വെള്ളത്തിൻ്റെ കേസിൽ ഞാൻ 0°C മുതൽ 1, 2, 3 അപ് ടു 4°C വരെ ടെമ്പറേച്ചറായ എക്സാക്സ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അവിടെ വോളിയത്തിന് ഒരു കുറവ് ഡിക്രീസ് ആവുക ചെയ്യുക. സോ 4°C വരെ വെള്ളത്തിൻ്റെ വോളിയം എന്താവുന്നുണ്ട്? ഡിക്രീസ് ആവുന്നുണ്ട്. എന്നാൽ 4°C കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ പഴയ പോലായി. എന്തായി? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വോളിയം എന്താവുന്നുണ്ട് സർ? ഇൻക്രീസ് ആവുന്നുണ്ട്. സോ അങ്ങനെ 4°C വരെയുള്ള വാട്ടറിന്റെ ആ സ്വഭാവത്തെ നമ്മൾ പറയുന്ന പേരാണ് ദ അനാമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. സോ ഈ ഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വൈ ആക്സിൽ വോളിയവും എക്സ് ആക്സിൽ ടെമ്പറേച്ചറും ആണെങ്കിൽ എടാ ഏത് ടെമ്പറേച്ചറിലാണ് വോളിയം ഏറ്റവും മിനിമം ആവുന്നത്? ഈ ടെമ്പറേച്ചറിലല്ലേ? ഈ ഒരു പോയിന്റിലല്ലേ? എടാ ഈ പോയിന്റിലെ ടെമ്പറേച്ചർ എത്രയാണ്? 4°C. അപ്പൊ 4°C എനിക്ക് എന്ത് പറയാൻ പറ്റും? വോളിയം മിനിമാണ്. വോളിയം മിനിമാണെങ്കിൽ ഡെൻസിറ്റി എത്രയായിരിക്കും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെങ്കിൽ മച്ചാ വോളിയം മിനിമം ആണെങ്കിൽ ഡെൻസിറ്റി എന്തായേ പറ്റൂ? മാക്സിമം ആയേ പറ്റൂ. സോ വോളിയം മിനിമം ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അതേ 4°C ഡെൻസിറ്റി എന്താണ് സാറേ? മാക്സിമ. ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഡെൻസിറ്റിയാ. മിനിമം വോളിയം ചോദിച്ചാലും മാക്സിമം ഡെൻസിറ്റി ചോദിച്ചാലും രണ്ടും എന്താണ്? സെയിം ആണ്. സോ ശ്രദ്ധിക്കണം. അനാമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ പറയുന്നത് ഇതാണ്. എന്നാൽ ഗ്രാഫിക്കലി ആയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഗ്രാഫ് വരച്ചേ പറ്റൂ. ക്ലിയർ ആയോ? എന്നാൽ ഇതേ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ആ വാട്ടർ അല്ലെങ്കിൽ ലേക്സ് ഫ്രീസ് ആവുന്ന കൺസെപ്റ്റ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. ബേസ്ഡ് ഓൺ ദ അനാമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എക്സ്പ്ലെയിൻ ഹൗ ലേക്സ് ഫ്രീസ് ഫ്രം ടോപ്പ് ടു ബോട്ടം റേദർ ദാൻ ഫ്രം ബോട്ടം ടു ടോപ്പ്. എടാ മുകളിൽ താഴേക്കാണ് ഫ്രീസിങ് സ്റ്റാർട്ട് ചെയ്തത്. ഒരിക്കലും താഴെയുള്ള മീനിനെ ആദ്യം ഫ്രീസ് ആക്കിയിട്ടല്ല മുകളിലേക്ക് പോകുന്നത്. ഏത്? വെള്ളം ഫ്രീസ് ആവുന്നത്. എന്തുകൊണ്ടാണ്? ഇതിന് കാരണം അനാമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അതങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരാ. നമുക്കിതൊരു ഫിഗർ ആയിട്ട് പറയാം. എടാ തണുപ്പ് സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിന്റെ വാല്യൂ കുറഞ്ഞ് ഒരു സെർട്ടൈൻ വാല്യൂ ആയിട്ട് ഫോർ എക്സാമ്പിൾ 7 ആയി 6 ആയി 5 ആയി അങ്ങനെ 4°C ആയി എന്ന് വെച്ചോളൂ. സോ വെള്ളത്തിന്റെ സർഫേസിലുള്ള ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 4°C ആയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 4°C ഡെൻസിറ്റിയുടെ വാല്യൂ എന്താണ്? മാക്സിമം ആണ്. വോളിയം മിനിമം ആയതുകൊണ്ട് ഡെൻസിറ്റിയുടെ വാല്യൂ ഏറ്റവും മാക്സിമം ആണ് 4°C എന്ന് വെച്ചാൽ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ സർ, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ വോളിയം അല്ലേ? അപ്പൊ ഡെൻസിറ്റി മാക്സിമം ആയി കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ മാസും എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റും? മാക്സിമം ആണ്. എടാ ഈ 4°C നിൽക്കുന്ന ഈ വെള്ളത്തിന്റെ മാസ് മാക്സിമം ആണെങ്കിൽ ആ വെള്ളം ഇപ്പൊ താഴേക്ക് വരില്ലേ ചെയ്യുക? മാസ് കൂടുമ്പോൾ വെയിറ്റ് കൂടും. സോ 4°C നിൽക്കുന്ന ആ വെള്ളം ഇപ്പൊ മാസ് കൂടിയത് കാരണം നേരെ വന്ന് ഇവിടെ താഴെ വന്ന് നിൽക്കും. ഇപ്പൊ ഈ ഭാഗത്ത് മൊത്തം എത്ര °C ഉള്ള വെള്ളം? 4°C ഉള്ള വെള്ളം. ഇനി ടെമ്പറേച്ചർ വീണ്ടും കൂടി 3°C ആയി. 3°C ഉള്ള വെള്ളത്തിന് ഇത്രയും മാസ് ഉണ്ടാവില്ലല്ലോ? ഇല്ല. പക്ഷെ അതിന് മാസ് ഉണ്ട്.
അപ്പോൾ എന്ത് സംഭവിക്കും? അതും താഴേക്ക് വരും. അത് നേരെ വന്ന് നിൽക്കുന്നത് ഈ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിനേക്കാളും എവിടെയായിരിക്കും? ഇടാ നേരെ മുകളിലേക്കും. അങ്ങനെ 3 വീണ്ടും 2 ആവും. ആ 2 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം വീണ്ടും താഴേക്ക് വരും. അത് നേരെ ഇവിടെ വന്ന് നിൽക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചർ 1 ആവും. ആ ഒരു വെള്ളം കുറച്ചും കൂടി താഴേക്ക് നിൽക്കും. എത്രയാടാ? 1 ഡിഗ്രി സെൽഷ്യസ് എവിടെ ആവും. ഇനിയാണ് അടുത്ത ലാസ്റ്റ് കൺസെപ്റ്റ് വരുന്നത്. ഇപ്പം നമ്മുടെ ആ ഒരു സർഫേസിലെ ടെമ്പറേച്ചറിന്റെ വാല്യൂ 4 3 2 1 എത്രയായി? 0 ഡിഗ്രി സെൽഷ്യസ് ആയി. 0 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം എന്താവാ ചെയ്യുക? ഐസാവും, അതന്നെ വിറച്ചു പോവും. അങ്ങനെ ഈ സർഫേസിലുള്ള വെള്ളം എന്ത് സംഭവിക്കുന്നുണ്ട്? ഫ്രീസ് ആവുന്നുണ്ട്. താഴെയുള്ള ഫ്രീസ് ആവുന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നന്നായി തണുത്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫ്രീസിങ് കഴിഞ്ഞ് പിന്നെ അടുത്ത ലെയർ ഫ്രീസ് ചെയ്യും, പിന്നെ അടുത്ത ലെയർ ഫ്രീസ് ചെയ്യും. സോ എന്ത് പറയാൻ പറ്റും? ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്കാണ് ഫ്രീസ് ആവുന്നത്. അല്ലാതെ ഏറ്റവും ആദ്യം ഈ താഴെ കിടക്കുന്ന ഈ മീനിനെ ഫ്രീസ് ആക്കിയിട്ടല്ല, ബോട്ടത്തിൽ ടോപ്പിലേക്കല്ല ഫ്രീസ് ആവുന്നത്, ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്കാണ്. കാരണം എന്താ? 4 ഡിഗ്രി സെൽഷ്യസിലെ ഡെൻസിറ്റി മാക്സിമം ആണ്. അതെന്താ? അനാമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അതെങ്ങനെ സാറേ? ഗ്രാഫ് എങ്ങനെ? ആ ഗ്രാഫ് സെറ്റ് ഓക്കെ അല്ലേ? എന്നാടാ പിടിച്ചോ. എല്ലാ എക്സ്പ്ലനേഷനും പറഞ്ഞിട്ടുണ്ട്. നേരെ നമുക്ക് ലാസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ചോദ്യം ഒന്ന് നോക്കി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസിബിൾ ഹീറ്റ് ആൻഡ് ദ കറസ്പോണ്ടിങ് ലേറ്റന്റ് ഹീറ്റ്? സർ, നമ്മൾ ഒരു ബോഡിയിലേക്ക് ഹീറ്റ് കൊടുത്താൽ ടെമ്പറേച്ചർ ആണ് കൂടുന്നതെങ്കിൽ ആ ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റ്. ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഇനി ഹീറ്റ് കൊടുത്താൽ 101 ഡിഗ്രി സെൽഷ്യസ് ആവല്ലേ ചെയ്യുക. മറിച്ച് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ആവിയായി വേപ്പറായിട്ട് പോകും. അങ്ങനെയാകുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടിയോ? ഇല്ല. ഒരു ഫേസ് ചേഞ്ച് നടന്നിട്ടുണ്ട്. ലിക്വിഡ് ഗ്യാസ് ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ ഫേസ് ആണ്. ചിലപ്പോൾ സോളിഡ് ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ആവാം. അങ്ങനെയുള്ള ആ ഒരു ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ദ ലേറ്റന്റ് ഹീറ്റ്. മക്കളെ, സ്ഥിരമായി കൂടുതലും ചോദിക്കുന്നത് ലേറ്റന്റ് ഹീറ്റിന്റെ കൺസെപ്റ്റാണ്. സെൻസിബിൾ ചോദിക്കില്ല എന്നല്ല, പ്രിഫറൻസ് കൊടുക്കുന്നത് ലേറ്റന്റ് ഹീറ്റിലേക്കാണ്. സോ ഈ സെൻസിബിൾ ഹീറ്റിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാണല്ലോ. ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് കപ്പാസിറ്റി, അതെല്ലാം ഒരൊറ്റ ചോദ്യമായി കൊടുത്തിട്ടുണ്ട്. ഡിഫൈൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോളിയം. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ഒരു ടെമ്പറേച്ചർ നിങ്ങൾക്ക് 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ കൂട്ടണമെങ്കിൽ എത്ര ഹീറ്റാണോ കൊടുക്കേണ്ടത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പെസിഫിക്. നിങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് 1 അതുകൊണ്ടാണ് പേരിൽ എന്ത് വരാൻ കാരണം? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്നാൽ 1 കിലോഗ്രാം സബ്സ്റ്റൻസിന് പകരം ഞാൻ കെമിസ്ട്രിയിലെ 1 മോൾ സബ്സ്റ്റൻസ് ആണ് എടുക്കുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവിടെയും ഞാൻ അതിനെ ചൂട് കൊടുക്കുമ്പോൾ എത്ര ടെമ്പറേച്ചർ കൂട്ടണം? 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ കൂട്ടണം. ആ ചൂടിനെ നമ്മൾ പറയുന്ന പേരാണ്, എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഇതിന് ഞാൻ സി എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും കേട്ടതാണ് CP യും അതേപോലെ CV യും. ഈ CP എന്ന് വെച്ചാൽ എന്താ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. വാക്കിൽ തന്നെ ഉണ്ട്. നിങ്ങളിപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിനോ ആ 1 മോൾ സബ്സ്റ്റൻസിന് കൂട്ടുന്നത് ഏത് പ്രോസസ്സിലാണ്? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിലാണ്, ഐസോബാറിക് പ്രോസസ്സിലാണ്. അതിലല്ലേ കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ള വാക്ക് പറയുന്നത്. സോ സെയിം സാധനം തന്നെ നിങ്ങൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ചൂടാക്കുകയാണെങ്കിൽ അവിടെ അപ്പോൾ വേണ്ട ഹീറ്റിനെ നമ്മൾ CP എന്നും, എന്നാൽ കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് V. എന്താണ് V? വിക്ടറി അല്ല, കോൺസ്റ്റന്റ് വോളിയം അല്ലെങ്കിൽ ഐസോകോറിക് പ്രോസസ്സിൽ വേണ്ട ആ ചൂടിനെ പറയുന്ന പേരാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. എല്ലാം റിലേറ്റഡാണ്. അപ്പോൾ സെൻസിബിൾ ഹീറ്റല്ലേ ഈ ഹീറ്റുകൾ മൊത്തം ടെമ്പറേച്ചറിലെ കൂടിയിരിക്കുന്നത്. എന്നാൽ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ടുള്ള ഇതിന് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ വെള്ളത്തിന് സ്ഥിരമായി നമ്മുടെ ചുറ്റുപാട് യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ വെള്ളം റേഡിയേറ്റേഴ്സ് അല്ലെങ്കിൽ കൂളൻ്റായി യൂസ് ചെയ്യാനുള്ള കാരണം. നമ്മുടെ വണ്ടികൾ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻജിൻ കോമ്പണൻ്റാണ് റേഡിയേറ്റേഴ്സ്. ആ റേഡിയേറ്ററിനുള്ളിൽ ആ ചൂട് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂളൻറ്റുകളായിട്ട് എപ്പോഴും നമ്മൾ വെള്ളം യൂസ് ചെയ്യാനുള്ള കാരണം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് അത് പെട്ടെന്ന് ഹീറ്റ് വലിച്ചെടുക്കും. അങ്ങനെ നമ്മൾ NCERTയിലെ ടേബിൾ നോക്കുകയാണെങ്കിൽ വെള്ളത്തിനാണ് ആക്ച്വലി ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 4186 4186. എടാ യൂണിറ്റ് ശ്രദ്ധിക്കണം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി യൂണിറ്റ് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. അതിന് യൂണിറ്റ് ആണ് ജൂൾ പെർ. എനിക്ക് എത്ര പറയാൻ പറ്റും? കിലോഗ്രാം കെൽവിൻ. സോ വെള്ളത്തിന്റെ വാല്യൂ കൂടുമ്പോൾ അത് പെട്ടെന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് വാട്ടർ നമ്മൾ ഏറ്റവും കൂടുതൽ റേഡിയേറ്റേഴ്സിൽ യൂസ് ചെയ്യാനുള്ള കാരണം അത് ഹീറ്റ് പെട്ടെന്ന് വലിച്ചെടുക്കുന്നു. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കഴിഞ്ഞില്ലേ? എന്നാൽ നമുക്ക് ഒരു ഹീറ്റും കൂടി ബാക്കിയില്ലേ? ഏതാ ഹീറ്റ്? വെരി ഗുഡ്, വിച്ച് ഈസ് നോൺ ആസ് ലേറ്റന്റ് ഹീറ്റ്. എന്നാൽ ഈ ലേറ്റന്റ് ഹീറ്റിൽ ടെമ്പറേച്ചർ മാറുന്നില്ല. അപ്പോൾ ഓരോരോ ഫേസിനും ഓരോരോ പേരുകളില്ലേ? ആ പേരുകളിൽ
പല പേരുകൾ, കുറേ പ്രോസസ്സുകളുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഇനി നമ്മൾ പറയുന്ന ഈ 2 പ്രോസസ്സുകളാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ലിക്വിഡ് ടു സോളിഡ് ഈസ് കോൾഡ്. വെള്ളമായിട്ടുള്ള ലിക്വിഡ് നമ്മൾ ആ ഒരു ഫ്രിഡ്ജിൽ നേരെ കൊണ്ടുവച്ചാൽ ഐസായ സോളിഡ് ആവും. ആ വെക്കുന്ന ആ സ്ഥലത്തിനെ പറയുന്ന പേരെന്താ? ഫ്രീസർ. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? വെരി ഗുഡ്. ലിക്വിഡ് സോളിഡ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്രീസിങ്. എന്നാൽ മറ്റൊരു കാര്യം പറയാം. ഒരു സോളിഡായ സബ്സ്റ്റൻസ് ലിക്വിഡായ സബ്സ്റ്റൻസിലൂടെ കടന്നു പോവാതെ നേരെ ഗ്യാസ് ആവുന്ന ആ ഒരു പരിപാടിയെ മോസ്റ്റ് വെരി 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 ഇമ്പോർട്ടൻറ്റ് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ചിലപ്പോൾ അറിയാലോ, അടുത്ത വട്ടവും ഇതേപോലെ ചോദിക്കാം. ഒന്ന് വായിച്ചു നോക്കിയേ. ചേഞ്ച് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ് വിതൗട്ട് പാസിംഗ് ത്രൂ ദ ലിക്വിഡ് സ്റ്റേറ്റ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ഡ്രൈ ഐസ്, ക്യാംഫർ, നാഫ്തലീൻ, ഇത് മൊത്തം നമ്മുടെ കറസ്പോണ്ടിങ് എന്തൊരു എക്സാമ്പിളാണ്? സബ്ലിമേഷൻ എക്സാമ്പിളാണ്. അപ്പം ചിലരുടെ മുഖത്ത് ഞാൻ പേടി കാണുന്നുണ്ട്. സാറേ പേടിയില്ല, ഞാൻ വെറുതെ തള്ളിയത്, എന്നാലും പറയാം. സാർ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചോദിക്കുകയാണെങ്കിലോ? അങ്ങനെ എല്ലാ പ്രോസസ്സുകളും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോളിഡ് ലിക്വിഡ് ആവുന്നതിന് മെൽറ്റിംഗ് എന്ന് പറയുന്നു, ലിക്വിഡ് സോളിഡ് ആവുന്നതിന് ഫ്രീസിംഗ് എന്ന് പറയുന്നു. മെൽറ്റിങ്ങിന് മറ്റൊരു പേരുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്യൂഷൻ എന്ന് പറയാറുണ്ട്. ലിക്വിഡ് ഗ്യാസ് ആവുന്നതിന് വേപ്പറൈസേഷൻ, ഗ്യാസ് ലിക്വിഡ് ആവുന്നതിന് കണ്ടൻസേഷൻ, സോളിഡ് ഗ്യാസ് ആവുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? സബ്ലിമേഷൻ എന്ന് പറയുന്നു. റെഡിയല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്നാലടാ ലേറ്റന്റ് ഹീറ്റിന്റെ 2 ടൈപ്പും കൂടി പറഞ്ഞ് നമുക്ക് ലാസ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഏത്? ഹീറ്റ് ട്രാൻസ്ഫർ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് വേപ്പറൈസേഷൻ? എന്താ ഫ്യൂഷൻ? ഞാൻ പറഞ്ഞിരുന്നു മെൽറ്റിങ്ങിന്റെ മറ്റൊരു പേരാ ഫ്യൂഷൻ. അതായത് സോളിഡ് ലിക്വിഡ് ആക്കണമെങ്കിൽ ഒരു ഹീറ്റ് കൊടുക്കണം. അങ്ങനെ ഇതേപോലെ ഐസ് സോളിഡായ സബ്സ്റ്റൻസ് ഞാൻ വെള്ളമായി ലിക്വിഡ് ആക്കാൻ എത്ര ഹീറ്റാണോ കൊടുക്കേണ്ടത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ലിക്വിഡായ സാധനത്തിനെ ഞാൻ നേരെ ഇതേപോലെ ആവിയാക്കണമെങ്കിൽ, ഗ്യാസ് ആക്കണമെങ്കിൽ ഞാനൊരു ഹീറ്റ് കൊടുക്കണ്ടേ? ആ ഹീറ്റിനെ പറയുന്ന പേര് ഒന്ന് മനസ്സിലെ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്ത്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് എന്ത് പ്രോസസ്സാണ്? ലിക്വിഡ് ഗ്യാസ് ആവുന്നു. ലിക്വിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വേപ്പറൈസേഷൻ. അപ്പോൾ ഇത് എന്ത് ലേറ്റന്റ് ഹീറ്റ് ആയിരിക്കും? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ശ്രദ്ധിക്കണം, രണ്ടിലും കൊടുക്കുന്ന ഹീറ്റ് കാരണം ഫേസ് ചേഞ്ച് ആണ്. ഇത് സോളിഡ് ടു ലിക്വിഡ് ആണ്, ഇതെന്താ? ലിക്വിഡ് ടു ഗ്യാസ്. ഇതാണ് പ്രധാനമായും ചോദിക്കാറ്. സെൻസിബിൾ ഹീറ്റും കഴിഞ്ഞു, ലേറ്റന്റ് ഹീറ്റും കഴിഞ്ഞു. മക്കളെ, ഇതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പ്രാക്ടിക്കൽ ചോദ്യം. ഈ ഭാഗത്തിൽ എപ്പോഴും പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. അതേപോലെ കണ്ടക്ഷൻ, കൺവെക്ഷനിലും എപ്പോഴും പ്രാക്ടിക്കലായ റിയൽ ലൈഫ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. അവിടേക്ക് എത്തുമ്പോൾ പറയാം. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ ദ ബേൺസ് ഫ്രം ദ സ്റ്റീം ആർ മോർ യൂഷ്വലി സീരിയസ് ദാൻ ഓഫ് ദ ബോയിലിംഗ് വാട്ടർ? തിളച്ച വെള്ളത്തിൽ കൈയിടുന്നേക്കാളും കൂടുതൽ പെട്ടെന്ന് പൊള്ള ആ കൈയിടാൻ പോകുമ്പോൾ ആ സ്റ്റീം നേരെ കയ്യിലേക്ക് തട്ടുമ്പോഴായിരിക്കും. കാരണം എന്താ? ഒരു വെള്ളം എപ്പോഴാണ് സ്റ്റീം ആവുന്നത്? വെള്ളം അത് 100 ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ ആ വെള്ളം ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും കൂടി വലിച്ചെടുത്ത് ഹീറ്റ് കിട്ടിയിട്ടാണ് അത് എന്തായിട്ട് മാറുന്നത്? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള എന്തായിട്ട് മാറുന്നത്? വേപ്പർ, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? സ്റ്റീം ആയിട്ട് മാറുന്നത്. അതിനർത്ഥം ആർക്കാ എനർജി കൂടുതൽ? വെള്ളം ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വലിച്ചെടുത്തിട്ടാണ് സ്റ്റീം ആവുന്നത്. സ്റ്റീമിനല്ലേ എനർജി കൂടുതൽ. അപ്പോൾ അതല്ലേ കൂടുതൽ പൊള്ളിക്കുക. പണി പാള് എപ്പോഴാ? സ്റ്റീമിൻ്റെ മുകളിൽ കൈ വെക്കുമ്പോഴാ. അതുകൊണ്ടാണ് സ്റ്റീംസ് നമ്മൾ നന്നായി പൊള്ളിക്കും ആരേക്കാളും? ബോയിലിംഗ് വാട്ടറിനേക്കാളും. രണ്ടും പൊള്ളും, രണ്ടിലും വെറുതെ കൈയിടാൻ നിൽക്കേണ്ട, പണി പാളും. അപ്പോൾ ഫിസിക്സ് ഉണ്ടാവില്ല, വീട്ടുകാർ മാത്രമേ ഉണ്ടാവും. നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വൈ ദ കുക്കിംഗ് പോട്ട്സ് ഹാവ് ബ്ലാക്ക് കോട്ടിംഗ് അറ്റ് ദ ബോട്ടം? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. നമ്മുടെ ഈ ഒരു എല്ലാ പാത്രങ്ങൾക്കും അടിഭാഗത്ത് ബ്ലാക്ക് കോട്ടിംഗ് ഉണ്ടാവും. അതേപോലെ നിങ്ങൾ ചൂട് സമയത്ത് എന്തുകൊണ്ട് ബ്ലാക്ക് ഷർട്ട് ഇട്ട് പുറത്തിറങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ തണുത്ത സമയത്ത് എന്തുകൊണ്ട് ബ്ലാക്ക് ഷർട്ട് ഇട്ട് പുറത്തിറങ്ങണം? ഇതിനൊക്കെ കൺസെപ്റ്റ് നമ്മുടെ കളറും ആ ഹീറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബ്ലാക്ക് ഒരു ഗുഡ് അബ്സോർബർ ഓഫ് ഹീറ്റാണ്, വൈറ്റ് ഒരു ഗുഡ് റിഫ്ലക്ടർ ഓഫ് ഹീറ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തണുത്ത സമയത്ത് എപ്പോഴും നിങ്ങൾ ബ്ലാക്ക് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം ഹീറ്റ് ഉള്ളിൽ നിൽക്കും. അതേപോലെ തന്നെയാണ് നിങ്ങൾ ആ കുക്കിംഗ് പോട്ടിന് താഴെ ബ്ലാക്ക് കളർ വെച്ചാൽ ആ ഹീറ്റ് പെട്ടെന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബിരിയാണി ആവും, അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാൻ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കിട്ടണമെങ്കിൽ അടിഭാഗം എന്തായേ പറ്റൂ? ബ്ലാക്ക് കോട്ടിംഗ് ആയേ പറ്റൂ. മക്കളെ, റെഡിയല്ലേ? എന്നാൽ ഇതേപോലെ ഇനി ലാസ്റ്റ് കണ്ടക്ഷന്റെ കൺസെപ്റ്റിലേക്ക് പോകാം. ഒന്ന് ചോദ്യം നോക്കാം. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഓഫ് എൻ അയൺ ബാർ ഡിപ്പെൻഡ്സ്. ഓൾസോ റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ. സർ, ഇതേപോലെ ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ച് അതിലേക്ക് ഇതേപോലെ ഒരു വടി ഞാൻ കയ്യിലേക്ക് പിടിക്കുകയാണെങ്കിൽ ഇത് ഒരു മെറ്റലാണ്. മെറ്റലിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അങ്ങനെ മെറ്റലിലൂടെ അടുത്തൊരു മാർക്കിന് ചോദ്യം മനസ്സിലേക്ക് എഴുതിക്കോളൂ. മെറ്റലിലൂടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വിച്ച് ഈസ് നോൺ ആസ് കണ്ടക്ഷൻ. അപ്പോൾ ഈ റോഡിന്റെ ലെങ്ത് ഫോർ എക്സാമ്പിൾ ഒരു L ആണ്, റോഡിന്റെ ഏരിയ ഒരു A ആണെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് Q, അതിന് ഇക്വേഷൻ ആണ് Q is equal to
കെ ഇൻറ്റു അതിൻ്റെ ഏരിയ ഇൻറ്റു ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡെൽറ്റ ടി ഡിവൈഡ് ബൈ എൽ. ഈ ഒരു ലോ കണ്ടമച്ച ഈ ലോയെ നമ്മൾ പറയുന്ന പേരാണ് ദ ഫൊറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. കണ്ടക്ഷനിലെ എത്രത്തോളം ഹീറ്റ് സമയത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്, ഫ്ലോ ചെയ്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരാളെ നിങ്ങൾക്ക് പണ്ടെന്നല്ല ഈ അടുത്ത എക്സാമിന് ചോദിച്ചതാ. ഈ കെ പറയുന്ന പേരാണ് ചിലരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി. അതിന്റെ യൂണിറ്റ് ഈ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ യൂണിറ്റ്? വാട്ട് പെർ നമുക്ക് എത്ര പറയാൻ പറ്റും? മീറ്റർ കെൽവിൻ. അപ്പോൾ ചോദ്യം കിട്ടി, ഉത്തരം കിട്ടി. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റിന്റെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിന് രണ്ട് ഫാക്ടേഴ്സ് ആരൊക്കെയുണ്ട്? തെർമൽ കണ്ടക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട്, ഏരിയയെ ബാധിക്കുന്നുണ്ട്, ചേഞ്ച് ഓഫ് ടെമ്പറേച്ചറിനെ ബാധിക്കുന്നുണ്ട്, ലെങ്ത്തിനെ ബാധിക്കുന്നുണ്ട്. അവർ രണ്ട് ചോദിച്ചു, ഞാൻ എത്ര കൊടുത്തു? 4 കൊടുത്തു. നമ്മളോട് കളി പക്ഷെ 2 എഴുതിയാൽ മതി, ആവേശ് കുമാർ ആവണ്ട, കാരണം 2 മാർക്കേ ഉണ്ടാവുള്ളൂ. സെറ്റ് അല്ലേ? അപ്പൊ കണ്ടക്ഷൻ കഴിഞ്ഞു. എന്നാൽ മക്കളെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ? എന്നാൽ ഇമ്പോർട്ടൻ്റ് ഒക്കെ മാസ് പബാബ് വിച്ച് ഈസ് നോൺ ആസ് സീ ബ്രീസ് ആൻഡ് ബ്രീസ്. എന്താ? കണ്ടക്ഷൻ ആണോ കൺവെക്ഷൻ ആണോ? വെരി ഗുഡ്, കൺവെക്ഷൻ. ഒരു മോളിക്കുലർ മൂവ്മെന്റ് ഇല്ലാതെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ പറയുന്ന പേരാ കണ്ടക്ഷൻ. ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, മോളിക്കുലർ മൂവ്മെന്റ് ഇല്ല. മോളിക്കുലർ മൂവ്മെന്റ് മുഖേന ലിക്വിഡ്സിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് കൺവെക്ഷൻ. അങ്ങനെ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും നമ്മൾ ഒന്നെങ്കിൽ കടലിൽ നിന്ന് വരുന്ന കാറ്റ് അല്ലെങ്കിൽ കരയിൽ നിന്ന് വരുന്ന കാറ്റ്, അങ്ങനെയാണ് സീ ബ്രീസും അതേപോലെ ലാൻഡ് ബ്രീസും പറയുന്നത്. നമുക്കത് സീ ബ്രീസ് നോക്കിയാലോ. എന്താണ് സീ ബ്രീസ്? നമ്മുടെ ഡേ ടൈമിൽ നമ്മുടെ ലാൻഡിന്റെ ഏരിയ നമ്മുടെ ആ ഒരു ഓഷ്യന്റെ സീന്റെ ഏരിയനേക്കാളും ഭയങ്കര ചൂട് കൂടുതലായിരിക്കും. എന്നാൽ ഈ ചൂടും അതേപോലെ ഡെൻസിറ്റി തമ്മിൽ സത്യം പറഞ്ഞ കീരിയും പാമ്പോ. അതായത് ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ എയറിന്റെ ഡെൻസിറ്റിന്റെ വാല്യൂ കുറയും. എടാ, ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പൊ ഡെൻസിറ്റി കുറയുമ്പോൾ അവിടെ ആ ഒരു എയറിന്റെ മാസ് ഓഫ് ദ എയറും കുറയും. മാസ് ഓഫ് ദ എയർ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോ ആ എയർ ലൈറ്റ് ആവല്ലേ ചെയ്യുക. ഈ എയർ നേരെ എവിടേക്ക് പോകും സർ? മുകളിലേക്ക് പോകും. സോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. അപ്പൊ ഈ ഗ്യാപ്പ് ഒക്കെ ആര് നോക്കി നിൽക്കുന്നറിയോ? ആ സീന്റെ മുകളിൽ നിൽക്കുന്ന എയർ പാർട്ടിക്കിൾസ് നോക്കി നിൽക്കുന്നുണ്ട്. മച്ചാ, ഗ്യാപ്പ് കമോൺ, പോക്ക ഇവിടേക്ക്. ഈ ഗ്യാപ്പിലേക്ക് കുത്തി കയറാൻ വേണ്ടി സീന്റെ മുകളിലത്തെ എയർ പാർട്ടിക്കിൾസ് കാത്തു നിൽക്കുക. അങ്ങനെ ഡേ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രഷർ ഡിഫറൻസ് കാരണം സീയിൽ നിന്നും വരുന്ന കാറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സീ ബ്രീസ് എന്ന് വെച്ചാൽ. അപ്പോൾ ലാൻഡ് ബ്രീസ് എന്തായിരിക്കും? തിരിച്ചിട്ടോ? ഡേ ടൈം ആണോ? അല്ല, നൈറ്റ് ടൈം. എവിടുന്ന് വരുന്ന കാറ്റാ? സീ ബ്രീസ് സീയിൽ നിന്നും വരുന്ന കാറ്റാ. അപ്പൊ ലാൻഡ് ബ്രീസ് എവിടുന്നായിരിക്കും? ലാൻഡിൽ നിന്നും വരുന്ന കാറ്റാ. അപ്പൊ ലാൻഡിൽ നിന്നും കാറ്റ് വരണമെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവണ്ടേ? ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവണമെങ്കിൽ എന്താ സംഭവിക്കുക? ഈ സീന്റെ മുകളിലത്തെ ഈ ഒരു എയറിന് എന്തായേ പറ്റൂ? മുകളിലേക്ക് പോയേ പറ്റൂ. മുകളിലേക്ക് പോകണമെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, അവിടുത്തെ മാസ് കുറയണ്ടേ? അവിടുത്തെ മാസ് കുറയണമെങ്കിൽ ഡെൻസിറ്റി കുറയണ്ടേ? ഡെൻസിറ്റി കുറയണമെങ്കിൽ ടെമ്പറേച്ചർ കൂടണ്ടേ? അതിനർത്ഥം എന്താ? റിവേഴ്സ് ആയിട്ട് പോയപ്പോഴും ആൻസർ കിട്ടി. നമ്മുടെ സീന്റെ മുകൾ ഭാഗത്താണ് രാത്രി സമയത്ത് അവിടുത്തെ എയറിന്റെ ടെമ്പറേച്ചർ കൂടുതൽ. അപ്പൊ ടെമ്പറേച്ചർ കൂടിയത് കാരണം അവിടെ ഡെൻസിറ്റി കുറയുന്നു, മാസ് കുറയുന്നു, എയർ മുകളിലേക്ക് പോകുന്നു. ആ ഗ്യാപ്പിലേക്ക് രാവിലത്തെ പ്രതികാരം വീട്ടാൻ വേണ്ടി ഇപ്പൊ ലാൻഡിൽ നിന്നുള്ള ആ ബ്രീസ് നേരെ വന്ന് മുഖത്തടിക്കുന്നു. ഓ, വലിയ രസം ഉണ്ടാവില്ല, എന്നാലും വേണ്ടിയില്ല, പറഞ്ഞല്ലേ പറ്റൂ. തമാശ വരട്ടോ. അതിനെ പറയുന്ന പേരാടാ ലാൻഡ് ബ്രീസ്. സീ ബ്രീസും ലാൻഡ് ബ്രീസും കഴിഞ്ഞു, കണ്ടക്ഷനും കൺവെക്ഷനും കഴിഞ്ഞു. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഒരാളെ മറന്നു വെച്ചിട്ടുണ്ടല്ലോ. അയാൾ ദ ലാസ്റ്റ് വൺ ഫോർ ദ ബെസ്റ്റ് വൺ ഇന്ന് പിടിച്ചു. Among the various method, which one is the fastest? കണ്ടക്ഷൻ ആണോ, കൺവെക്ഷൻ ആണോ, റേഡിയേഷൻ ആണോ? സർ, ഈ 3 നമ്മുടെ സൂര്യൻ നമ്മളെ ഭൂമി വന്ന് നമ്മളെ കറപ്പിക്കുന്ന സൺസ്ക്രീൻ പറട്ടാൻ ഒരേ ഒരു കാരണക്കാരനായിട്ടുള്ള അയാളെ പറയുന്ന പേരാണ് വിച്ച് ഈസ് നോൺ ആസ് എന്താ? റേഡിയേഷൻ. അയാളെ കാരണല്ലേ നമ്മളെ കറുത്തു പോയത്? എന്നാലും വേണ്ടിയില്ല, ഉത്തരം പറഞ്ഞേ പറ്റൂ, റേഡിയേഷൻ. എന്നാൽ ഇതേ ചോദ്യം തിരിച്ചും ചോദിക്കാം, ഉത്തരം പറയാം, അറിയാം. മെയിൻ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ബൈ ദ സൺ ഹീറ്റ്സ് ദ സർഫേസ് ഓഫ് എർത്ത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ഷൻ അല്ല, കൺവെക്ഷൻ അല്ല, ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ഈസ് റേഡിയേഷൻ. ചോദ്യങ്ങൾ വന്നത് കണ്ടോ? അതാ ഞാൻ പറയാൻ കാരണം, ഇവിടെ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ വരാൻ തൊട്ട് മുന്നേ എന്താ ബ്ലാക്ക് കളർ ആവാൻ കാരണം ആ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിയോ, ഇതേപോലെ റിയൽ ലൈഫ് ഒരു ഫിഗർ തരും. 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഹീറ്റ് ട്രാൻസ്ഫർ? 2 വട്ടം റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. എടാ, ഐഡന്റിഫൈ എ എന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫറും ബി എന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫറും. എടാ, എ നോക്കി, ഒരു റോഡിലൂടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ? ഫോറിയേഴ്സ് ലോ പഠിച്ചോർമുണ്ടോ? ഏതാ? വെരി ഗുഡ്. എടാ, ഇത് കണ്ടക്ഷൻ ആണ് സർ. എന്ത് ചോദ്യം? എടാ, എന്നാൽ ബി എന്താ സർ? ബി നമുക്ക് വേണമെങ്കിൽ ഒരു മോളിക്കുലർ മൂവ്മെന്റിലൂടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറാ. അതിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഒരു കൺവെക്ഷൻ ആണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ റേഡിയേഷൻ എന്ന് പറയാം. കൺവെക്ഷൻ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. എടാ, എ കിട്ടി. അടുത്ത ബി നോക്കി, റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് മോഡ്സ്. എടാ, കണ്ടക്ഷനും കൺവെക്ഷൻ പറയുകയാണെങ്കിൽ കണ്ടക്ഷനിലും കൺവെക്ഷനിലും ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്താ? അവിടെ ഒരു മോളിക്കുലർ മൂവ്മെന്റ് അല്ലെങ്കിൽ മൂവ്മെന്റ് ഇല്ല കണ്ടക്ഷനിൽ. കൺവെക്ഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു മൂവ്മെന്റ് ഉണ്ട്.
രണ്ടാമത്തെ കണ്ടക്ഷന്റെ അടുത്ത കേസ് പറയുകയാണെങ്കിൽ കണ്ടക്ഷൻ ബേസിക്കലി ഒരു സോളിഡ്സിൽ നടക്കുന്ന മെറ്റൽസിൽ നടക്കുന്ന ഒരു ഫിനോമിനൻ ആണ്. കൺവെക്ഷൻ എവിടെ നടക്കുന്നത് സാറേ? ഈ ലിക്വിഡ്സിൽ, വെള്ളത്തിലോ അതോ എയർ ഗ്യാസിലോ നടക്കുന്ന ഒരു ബേസിക് ആയ കൺസെപ്റ്റ്. പരിപാടി കഴിഞ്ഞു. ടോട്ടൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ മക്കളെ സെറ്റ് ആണെങ്കിൽ എടാ ഒന്ന് ഹാപ്പി ആയിട്ട് നിന്നോ. നേരെ കഴിയുകയാണെങ്കിൽ എടാ ഈ 2 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ കഴിയുമോ നോക്ക്. അല്ലെങ്കിൽ എടാ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ നേരെ കഴിയുകയാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ നേരെ ഒന്ന് അപ്ലൈ ചെയ്ത് എടാ ഇത് ചെറിയ ഒരു ഇതുണ്ട് എടാ ആൻസർ ഒന്ന് വായിച്ചു നോക്കണം. ഇവിടെ ടെമ്പറേച്ചർ ഓഫ് എടാ 20 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ. എടാ 200 അല്ല 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ ഇതടാ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. 400 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന അറിയാലോ, എന്താ സൗദി അറേബ്യ, അതുകൊണ്ട്. സോ 20 ഡിഗ്രി സെൽഷ്യസും 40 ഡിഗ്രി സെൽഷ്യസും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ മെറ്റൽസ് ആൻഡ് ലിക്വിഡ്സ്. ബി ക്വസ്റ്റ്യൻ, നമ്മുടെ തെർമൽ എക്സ്പാൻഷന്റെ ഡെൽറ്റ എൽ കണ്ടെത്തുന്ന ചോദ്യം. ഡയറക്റ്റ് ഇക്വേഷൻ ആയത് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എൽ. സോ രണ്ടിനും ആൻസർ ചെയ്താൽ അതിൻ്റെ കൂടെ എങ്ങനെയുണ്ടായിരുന്നു ഷോ ക്വസ്റ്റ്യൻസ്? കോൺഫിഡൻ്റ് ആയോ? എടാ ഇത് പഠിക്കാതെ വേറെ ചോദ്യം പഠിക്കുന്നത്, ഇത് നിർബന്ധമായും പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എടാ മറ്റു വീഡിയോ കാണുന്നവരെ ഞാൻ സൈൻ ഓഫ് ചെയ്യട്ടെ. എടാ അത് വീഡിയോ എങ്ങനെ ഉണ്ട്, ആൻസറും താഴെ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടോ. ബൈ.